ഭൂമിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നത് അത്യധികം ചിലവേറിയ കാര്യമാണ്. അതുകൊണ്ട് അവിടെ തന്നെ കൃഷി ചെയ്യുക എന്നതിനെക്കുറിച്ച് ഗവേഷകർ ആഴത്തിൽ പഠിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിൽ പ്രവർത്തിക്കുന്ന ഈഡൻ ISS എന്ന മൊബൈൽ ടെസ്റ്റ് ഫെസിലിറ്റി ഇതിന് തെളിവാണ്. അവിടെ മണ്ണില്ലാതെ LED ലൈറ്റുകളുടെയും പ്രത്യേക വായു നിയന്ത്രണ സംവിധാനങ്ങളുടെയും സഹായത്തോടെ തക്കാളിയും വെള്ളരിക്കയും ഒക്കെ അവർ വിളയിച്ചു. ചൈനയുടെ ലൂണാർ പാലസ് പോലുള്ള പരീക്ഷണങ്ങളിൽ 365 ദിവസം 3 പേർ ഒരു ഹാബിറ്റാറ്റിൽ കഴിഞ്ഞ് ഓക്സിജനും വെള്ളവും 100% റീസൈക്കിൾ ചെയ്യാമെന്ന് തെളിയിച്ചു. അവിടെയുള്ള ആസ്ട്രോണട്ടുകൾ പറയുന്നത് ഒരു ചെറിയ ചെടി വളരുന്നത് കാണുന്നത് പോലും അവരുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്നാണ്. ഈ ഒരു ഫീലിംഗ് വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ മഞ്ഞുകാലത്ത് ഒരു കറിവേപ്പില ചെടി നട്ടുവളർത്താൻ കഷ്ടപ്പെടുന്നവർക്ക്. പുറത്ത് മഞ്ഞ് വീഴുമ്പോൾ വീടിനുള്ളിൽ വെളിച്ചവും ചൂടും കൊടുത്ത് ഉണങ്ങിപ്പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ആ കറിവേപ്പിലയിൽ ഒരു പുതിയ തളിരില വരുന്നത് കാണുമ്പോഴുള്ള ആ സന്തോഷമുണ്ടല്ലോ, അത് വിവരിക്കാൻ പറ്റാത്തതാണ്. ഇതിന് സമാനമായ ഒരു ആശ്വാസമാണ് ഈ ആസ്ട്രോണട്ടുകൾക്കും ആ കൊച്ചു തോട്ടങ്ങൾ. ഒരൊറ്റ പച്ചപ്പുമില്ലാത്ത ആ വിജനമായ ലോകത്ത് ഒരു ചെറിയ ഇല വിരിയുന്നത് കാണുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ജീവിതം അവിടെ തുടരുന്നുണ്ടെന്നും അവർക്ക് തോന്നും. അതാണ് ആ ചെടികൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ മോറൽ സപ്പോർട്ട്.